UDF സർക്കാർ, VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 3 മാസമേ ആയുള്ളൂ. അതിനു മുമ്പ് തന്നെ നിരവധി പരാതികൾ, പഴികൾ, ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നു ഈ സർക്കാരിന്. യു-ടേൺ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്, സംഘപരിവാർ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്, നിലപാടില്ലാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഇതെല്ലാം വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഉന്നയിക്കപ്പെട്ടത് എന്നോർക്കണം. ഇപ്പോഴിതാ വീണ്ടും യു-ടേൺ അടിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാർ, UDF സർക്കാർ. വിഷയം മറ്റൊന്നുമല്ല, വഖഫാണ്. വളരെ സെൻസിറ്റീവായ വിഷയമാണ്. അതുകൊണ്ട് തന്നെ കേരളം ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. മുൻ സർക്കാരിൻ്റെ കാലത്ത് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചിരുന്നു, 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താതെ. കേന്ദ്ര സർക്കാർ നിയമമനുസരിച്ച് 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണം വഖഫ് ബോർഡിൽ. മുൻ സർക്കാർ, LDF സർക്കാർ അതിന് തയ്യാറായില്ല. പകരം അതിനെതിരെ കോടതിയിൽ പോവുകയാണ് ചെയ്തത്. LDF സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കും എന്ന് പ്രഖ്യാപിക്കുന്നു. വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് ഷോൺ ജോർജ് പരാതി നൽകുന്നു ഹൈക്കോടതി. ഹൈക്കോടതി കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ സർക്കാരിൻ്റെ അഭിഭാഷകൻ പറയുന്നു, വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ തയ്യാറാണ്, 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തും. എന്താണോ പരാതിക്കാരൻ ഹർജിയിൽ ഉന്നയിച്ചത് അത് അതുപോലെ നടപ്പാക്കും എന്ന് വെച്ചാൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തും എന്ന്. വലിയ ചർച്ചയായി, വിവാദമായി. മുസ്ലിം ലീഗ് ഒന്നും പറയാതെ ഒഴിഞ്ഞുമാറി നടന്നു. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് സർക്കാരിൻ്റെ അഭിഭാഷകനാണ്. വെറും അഭിഭാഷകനല്ല, അഡ്വക്കേറ്റ് ജനറൽ തന്നെ നേരിട്ട് കോടതിയിൽ ഹാജരായാണ് സർക്കാർ നിലപാട് പറഞ്ഞത് എന്നോർക്കണം. എന്ന് വെച്ചാൽ ഉറച്ച നിലപാടാണ്, ഉറപ്പിച്ച നിലപാടാണ്. എന്നാൽ ഇന്നിതാ ഹൈക്കോടതിയിൽ സർക്കാർ നിലപാട് എഴുതി നൽകിയിരിക്കുന്നു, സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു. 2 അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച് കേസുണ്ട്. LDF സർക്കാർ കൊടുത്ത കേസാണ്, മുസ്ലിം ലീഗ് കൊടുത്ത കേസാണ്. ആ കേസിൻ്റെ തീരുമാനം വന്നതിന് ശേഷം അതേക്കുറിച്ച് ആലോചിക്കാം എന്നാണ്. ഇത് തന്നെയാണ് LDF സർക്കാർ ചെയ്തത്. ഇങ്ങനെ ചെയ്യണമെന്നാണ് LDF ആവശ്യപ്പെട്ടത്. എന്നാൽ സംസ്ഥാന സർക്കാർ, UDF സർക്കാർ പറഞ്ഞു അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുമെന്ന് കോടതിയിൽ. ഇപ്പോഴിതാ യു-ടേൺ അടിച്ചിരിക്കുന്നു കോടതിയിൽ, അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താൻ തയ്യാറല്ല. പുനഃസംഘടന വേണമെങ്കിൽ, ഏതെങ്കിലും ഒഴിവ് നികത്തണമെങ്കിൽ ഒഴിവ് നികത്താൻ തയ്യാറാണ്. കോടതി മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു, ഇപ്പോഴുള്ള അംഗങ്ങളെ ഉപദ്രവിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന്. പുനഃസംഘടിപ്പിക്കണോ വേണ്ടയോ എന്നതൊക്കെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. സർക്കാരിന് വേണ്ടത് ചെയ്യാം. ഇതാണ് കോടതി പറഞ്ഞത്. കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ കൃത്യമായി സംസ്ഥാന സർക്കാർ പറയുന്നു, അമുസ്ലിങ്ങളെ ഇപ്പോൾ ഉൾപ്പെടുത്തുന്നില്ല, നോമിനേറ്റ് ചെയ്യുന്നില്ല. അത് സുപ്രീം കോടതിയുടെ വിധി വരട്ടെ, അതിനുശേഷം തീരുമാനിക്കാം എന്നാണ്. ഈ തീരുമാനം അന്നേ എടുത്തിരുന്നുവെങ്കിൽ ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ, അഫിഡവിറ്റിൽ പറയുകയാണ്, വഖഫ് നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു സങ്കീർണത സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന്. ഇതൊക്കെ നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നു. എന്തിനാണ് വഖഫിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താൻ വലിയ തിരക്ക് കാണിച്ചത്? എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? BJPക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ സംഘപരിവാർ സർക്കാരാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായം മനസ്സിലാക്കി തുടങ്ങിയത്. മുസ്ലിം സംഘടനകളുടെ സമ്മർദ്ദം, ഇടതുപക്ഷത്തിൻ്റെ സമ്മർദ്ദം, ഇപ്പോൾ സർക്കാരിന് പുറകോട്ട് പോകേണ്ടി വന്നു. ആരുടെ സമ്മർദ്ദമാണ് സർക്കാരിന് മുകളിലുള്ളത്? അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താൻ BJPയുടെ സമ്മർദ്ദം. ആ സമ്മർദ്ദത്തിന് എന്തിന് UDF സർക്കാർ വഴങ്ങുന്നു? മുസ്ലിം ലീഗ് മന്ത്രിസഭയിലുണ്ട്, 4 മന്ത്രിമാരുണ്ട്, UDFലെ പ്രധാന ഘടകകക്ഷിയാണ്. അങ്ങനെയുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ള UDF ആണ് തീരുമാനിക്കുന്നത് 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താം എന്ന് വഖഫ് ബോർഡിൽ. അത് സ്വാഭാവികമായും ചർച്ചയാകും, വിവാദമാകും. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. BJP നഖശിഖാന്തം എതിർക്കും. ഇവിടെ BJPയെ എതിർക്കുന്ന ഏക മുന്നണി UDF ആണ്. CPM BJPയുടെ B ടീമാണ്. മുണ്ടുടുത്ത മോദിയാണ് കേരളം ഭരിക്കുന്നത്, മോദിയുടെ അനുജനാണ് കേരളം ഭരിക്കുന്നത് എന്നിവരെ പറഞ്ഞു പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ. എന്നിട്ടോ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം LDF സർക്കാരിൻ്റെ കാലത്ത് പ്രതിരോധിച്ചു നിന്ന BJPയെ, കേന്ദ്ര സർക്കാരിനെ, സംഘപരിവാറിനെ എതിർത്തുന്ന രാഷ്ട്രീയ നിലപാട് ഉപേക്ഷിക്കുകയും പൂർണ്ണമായും സംഘപരിവാറിന് കീഴടങ്ങുകയും ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോകുന്നേയില്ല. അതവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു വിഷയമാണ്.
ഇപ്പോൾ സമ്മർദ്ദത്തിന് വഴങ്ങി വഖഫ് ബോർഡ് നോമിനേഷനുമായി ബന്ധപ്പെട്ട നിലപാടിൽ നിന്ന് സംസ്ഥാന സർക്കാർ പുറകോട്ട് പോയി. സംഘപരിവാറിന് കീഴടങ്ങുന്ന സംസ്ഥാന സർക്കാരിനെതിരെ ഇനിയും ജാഗ്രതയോടെ നിൽക്കേണ്ടി വരും. ആ ജാഗ്രത ഉയർത്തിപ്പിടിച്ച് നിൽക്കേണ്ടി വരും. അങ്ങനെ നിന്നാൽ മാത്രമേ കേരളത്തെ ശരിയായ ദിശയിൽ മുന്നോട്ട് നയിക്കാൻ കഴിയുകയുള്ളൂ. ഈ സർക്കാർ സംഘപരിവാർ സർക്കാരാണ് എന്നതിൻ്റെ തെളിവാണ് കോടതിയിൽ സത്യവാങ്മൂലം മാറ്റിപ്പറഞ്ഞത്, യൂട്ടേൺ അടിച്ചത്. ഈ നിലപാട് എന്തുകൊണ്ട് നേരത്തെ എടുത്തില്ല? നേരത്തെ എടുക്കാതിരുന്നത് ആരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്? BJPയുടെ സംഘപരിവാറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് എന്ന് ഒന്നുകൂടി തെളിയിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാർ. അതല്ലെങ്കിൽ ഈ നിലപാട് നേരത്തെ സ്വീകരിക്കാമായിരുന്നു.